എന്ത് പറഞ്ഞാലും ദേഷ്യം, എന്ത് ചെയ്താലും ദേഷ്യം. ഇതിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഈ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ നമുക്ക് ചേഞ്ചസും റിഫ്ലക്ഷനും ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പല പാറ്റേൺസും കിട്ടും. കുഞ്ഞുങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല എന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാവും. തിയേറ്ററിലെ രീതിയിൽ ആങ്കർ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നീട് ഈ ചൈൽഡിൻ്റെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒരു കോളേജ് ചൂസ് ചെയ്യുക, ഒരു കോഴ്സ് ചൂസ് ചെയ്യുക. പക്ഷേ ആങ്കർ എന്ന് പറയുന്നത് ഒരു ട്രിക്കി ഇമോഷനാണ്. ഞാനിവിടെ ഹെൽത്തി രീതിയിൽ ആങ്കർ എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ ആങ്കർ മാനേജ്മെൻറ്റ്. ഇന്നത്തെ വീഡിയോ 3 ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ് ആങ്കർ, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും നമുക്ക് ദേഷ്യം വരുന്നത്, ദെൻ തേർഡ് ആൻഡ് ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത് ഈ ആങ്കർ എങ്ങനെ കോൺഷ്യസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം, ഹെൽത്തി വേയിൽ എങ്ങനെയാണ് ആങ്കർ മാനേജ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആങ്കർ ഭയങ്കര നെഗറ്റീവ് ഇമോഷനാണെന്ന്. പക്ഷേ ആങ്കർ എന്ന് പറയുന്നത് ഒരു ട്രിക്കി ഇമോഷനാണ്. പക്ഷെ ഒരിക്കലും അതൊരു നെഗറ്റീവ് ഇമോഷൻ അല്ല. നമ്മളതൊരു നെഗറ്റീവ് ഇമോഷൻ എന്ന രീതിയിൽ നമ്മൾ ലേബൽ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഈ ആങ്കർ ഒരു മറ്റൊരാളുടെ അടുത്ത് അത് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ്. അതായത് വളരെ വയലൻ്റ് ആയ രീതിയിൽ, റേജ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ രീതിയിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ആങ്കർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇമോഷനായിട്ട് മാറുന്നത്. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒന്നാണ് ആങ്കർ ഒരു നെഗറ്റീവ് ഇമോഷനാണ്, ആങ്കർ എക്സ്പ്രസ് ചെയ്യുന്നത് വളരെ മോശമാണ്. പക്ഷേ ആങ്കർ എന്ന് പറയുന്ന ആ ഇമോഷൻ മറ്റെല്ലാ ഇമോഷൻ പോലെയും വളരെ നോർമലായിട്ടുള്ളൊരു ഇമോഷൻ തന്നെയാണ് ആങ്കർ. പക്ഷെ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലാണ് ആങ്കറിന് നമ്മളൊരു നെഗറ്റീവ് ഇമോഷൻ എന്ന ടാഗ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ആങ്കർ എന്ന ഇമോഷൻ്റെ പർപ്പസ് തന്നെ നമ്മുടെ ബൗണ്ടറി പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ടെറിറ്ററി ഉണ്ട്. ഈ ടെറിറ്ററി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഫെൻസാണ് ഈ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ. ഈ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ നമ്മൾ ഹ്യൂമൻസിൽ മാത്രമല്ല ഉള്ളത്, ആനിമൽ കിൻഡത്തിൽ നമുക്കിത് കാണാൻ പറ്റും. എക്സാമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള പൂച്ചകൾ അവരെന്തെങ്കിലും ഒരു ഭക്ഷണം പിടിച്ചിട്ട് വരുമ്പോൾ മറ്റൊരു പൂച്ച വന്ന് അതിനെ എടുക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു ഫൈറ്റ് കണ്ടിട്ടില്ലേ, അവിടെ വർക്ക് ചെയ്യുന്നത് ആങ്കർ എന്ന് പറയുന്ന ഇമോഷനാണ്. കാരണം അവരുടെ ബൗണ്ടറി ക്രോസ് ചെയ്ത് മറ്റൊരാൾ അത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ വരുന്ന ഒരു ഡിഫെൻസാണ് ഈ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ. ഈ ഒരു സെയിം പർപ്പസും തന്നെയാണ് നമുക്ക് ഹ്യൂമൻസിനും ഈ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ. ഇനി ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ആങ്കർ എക്സ്പ്രസ് ചെയ്യാതിരുന്ന എന്തുണ്ടായിരിക്കും? എക്സാമ്പിളായിട്ട് എൻ്റെ പാർട്ട്ണർ എന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്യാണ്, അതുപോലെ തന്നെ വേറൊരാൾ എന്നെ ഇമോഷണലി ഇൻസൾട്ട് ചെയ്യാണ്. ഈ 2 സിറ്റുവേഷനിലും ഇമോഷണലി ഫിസിക്കലി എൻ്റെ ബൗണ്ടറി മറ്റൊരാൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഞാനിവിടെ ഹെൽത്തി രീതിയിൽ ആങ്കർ എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ ഈ 2 പേരും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഹെൽത്തി ചെയ്ത രീതിയിൽ ആങ്കർ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബൗണ്ടറി കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പോയിൻ്റാണ് ഇനി എന്തുകൊണ്ടായിരിക്കും നമുക്ക് ദേഷ്യം വരുന്നത്. സെയിം സിറ്റുവേഷനിൽ 2 വ്യക്തികൾ 2 ഡിഫറെൻ്റ് ആയ രീതിയിൽ ആങ്കർ നമ്മൾ ദേഷ്യം എക്സ്പ്രസ് ചെയ്യാറുണ്ട് അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും? ഇവിടെ മനസ്സിലാക്കുക, ഏതൊരു ആളും ആങ്കർ എക്സ്പ്രസ് ചെയ്യുന്നത് 3 കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനിലായിരിക്കും. അതായത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആ ദേഷ്യപ്പെടാനായിട്ടൊരു ട്രിഗർ ഇവൻ്റ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ പറയാറില്ലേ, എനിക്ക് ആ ഒരു കാര്യം കൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്, ട്രിഗർ ഇവൻ്റ്. സെക്കൻഡ് പോയിന്റ് ആണ് ആ വ്യക്തിയുടെ ക്വാളിറ്റീസ്, അവരുടെ പേഴ്സണൽ ട്രൈറ്റ്സ് എങ്ങനെയായിരിക്കും എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് എൻ്റെ പേഴ്സണൽ ക്വാളിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവിടെ ആ സിറ്റുവേഷനിൽ ഞാൻ ആങ്കർ എക്സ്പ്രസ് ചെയ്യാം. ഞാൻ എങ്ങനെ ആ സിറ്റുവേഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ട്രിഗർ ഇവൻ്റ് ഉണ്ടല്ലോ, ആ ഒരു സിറ്റുവേഷനെ ഞാൻ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈ 3ൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏതൊരു വ്യക്തിക്കും ദേഷ്യം വരുന്നതും നമ്മൾ ആ ആങ്കർ എക്സ്പ്രസ് ചെയ്യുന്നതും. ഫസ്റ്റ് പോയിന്റ് ആണ് ട്രിഗർ ഇവൻ്റ്. മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ദേഷ്യം വരാനുണ്ടായിട്ടുള്ള ഇവൻ്റ് അഥവാ സിറ്റുവേഷൻ, അതാണ് ട്രിഗർ ഇവൻ്റ്. ഈ ട്രിഗർ ഇവൻറ്റിനെ നമുക്ക് 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് അപ്രോപ്രിയേറ്റ് ആങ്കറും മറ്റൊന്ന് ഇൻഅപ്രോപ്രിയേറ്റ് ആങ്കർ. അപ്രോപ്രിയേറ്റ് ആങ്കറിൽ പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഇമോഷണലി ഇൻസൾട്ട് ചെയ്യാണ്, ഫിസിക്കലി എന്നെ ഹേർട്ട് ചെയ്യാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി എന്നെ
ഫിസിക്കലി, ഇമോഷണലി, മെൻ്റലി എൻ്റെ ബൗണ്ടറി ക്രോസ് ചെയ്തു. അതായത് ഏങ്കർ എന്ന് പറയുന്ന ഇമോഷൻ്റെ ബേസിക് ആയിട്ടുള്ള പർപ്പസ് പോലും നമ്മുടെ ബൗണ്ടറി പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലിയർ ആയിട്ട് ബൗണ്ടറി വയലേഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ആങ്കർ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള റെസ്പോൺസാണ്. അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷനിൽ ആങ്കർ വരുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ്. മുന്നേ പറഞ്ഞ സിനാരിയോയിൽ ആങ്കർ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് അത് അത്രയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത സിനാരിയോ ആണ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ആങ്കർ എക്സ്പ്രസ് ചെയ്യാം. അതായത് പലപ്പോഴും നമ്മൾ ക്ലെയിം ചെയ്യുന്ന ബൗണ്ടറി ഉണ്ടല്ലോ, ഈ ടെറിറ്ററി ഇത് നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ട് എൻ്റെ ആണെന്ന്, പക്ഷേ ഇത് ശരിക്കും എൻ്റെ അല്ലാത്തൊരു സിറ്റുവേഷൻ. അതായത് കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ചൈൽഡും പേരൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഈ രണ്ട് റിലേഷൻഷിപ്പിലും ഒരുപാട് എനർജി, മണി, ടൈം ഇതെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഔട്ട് ഓഫ് ലവിലായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഓണർഷിപ്പ് നമ്മൾ ക്ലെയിം ചെയ്യാറുണ്ട്. പലപ്പോഴും ഓണർഷിപ്പ്, അവരുടെ ബൗണ്ടറി ഇതെല്ലാം നമ്മൾ ക്ലെയിം ചെയ്യാറുണ്ട്. പിന്നീട് ഈ ചൈൽഡിൻ്റെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒരു കോളേജ് ചൂസ് ചെയ്യുക, ഒരു കോഴ്സ് ചൂസ് ചെയ്യുക, അതുപോലെ തന്നെ പാർട്ട്ണറെ ചൂസ് ചെയ്യുക. ഇതെല്ലാം വരുമ്പോൾ ഈ പാരൻറ്റിന് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടായിരിക്കും? പലപ്പോഴും ഇവിടെ പാരൻ്റ് ചൈൽഡ് എന്ന് പറയുന്ന ഒരു ബൗണ്ടറി കൃത്യമായിട്ട് തിരിച്ചിട്ടില്ല. പലപ്പോഴും ഈ ബൗണ്ടറി എൻ്റെ ആണെന്ന് പറയുന്ന പല ബൗണ്ടറീസും ചിലപ്പോൾ മറ്റൊരാളുടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ആങ്കർ എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ആണോ അല്ലയോ എന്നുള്ളത്, നമ്മുടെ ബൗണ്ടറി അത് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഇത് മറ്റൊരാളുടെ ബൗണ്ടറി ആണോ, ഞാൻ ക്ലെയിം ചെയ്യുന്നത് എൻ്റെ ബൗണ്ടറി മാത്രമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇങ്ങനെ നമ്മൾ ക്ലെയിം ചെയ്യുന്ന പല ബൗണ്ടറീസും നമ്മുടെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലെയിം ചെയ്യുന്ന ബൗണ്ടറി ലൂസ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക എൻ്റെ ബൗണ്ടറി എന്താണെന്നുള്ളത്. നമ്മൾ തിരിച്ചറിയുക ഇത് എൻ്റെ ബൗണ്ടറി ആണോ, ഞാൻ ക്ലെയിം ചെയ്യുന്ന ബൗണ്ടറി എൻ്റെ തന്നെയാണോ എന്ന് മനസ്സിലാക്കാം. ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ ബൗണ്ടറി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ബൗണ്ടറി ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ്. നമ്മൾ ക്ലെയിം ചെയ്യുന്ന ബൗണ്ടറി എൻ്റെ തന്നെയാണോ, അതോ ഞാൻ വേറെ ആരുടെയും ബൗണ്ടറി ആണോ ക്ലെയിം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. സെക്കൻഡ് പോയിന്റ് ആണ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. അതായത് എൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ആ ട്രിഗർ ഇവൻ്റ്, അതായത് ദേഷ്യം വരുമ്പോൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, സെയിം സിറ്റുവേഷനിൽ രണ്ട് പേർക്ക് ഡിഫറെൻ്റ് ആയ രീതിയിലായിരിക്കും ആങ്കർ എക്സ്പ്രസ് ചെയ്യുക. എനിക്ക് ദേഷ്യം വന്നില്ല, പക്ഷെ വേറൊരാൾക്ക് ദേഷ്യം വന്നു. അതെന്തുകൊണ്ടായിരിക്കും? ഇവിടെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് നമ്മുടെ ദേഷ്യം എന്ന ആ ഇമോഷനെ എത്ര കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പലപ്പോഴും ചെറിയ ചെറിയ ട്രിഗർ ഇവൻ്റ് ഉണ്ടല്ലോ, അതെന്നെ വളരെ നല്ല രീതിയിൽ അത് ദേഷ്യം പിടിപ്പിക്കും. അതായത് ഞാൻ എങ്ങനെയാണ് ആങ്കർ എക്സ്പ്രസ് ചെയ്യുന്നത്, ഞാൻ മറ്റൊരാളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കാറുണ്ടോ, ഞാൻ എങ്ങനെയാണ് ആങ്കർ കോപ്പി ചെയ്യുന്നത്. നമ്മൾ പല ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യുന്നത് പാരൻസിനെ കോപ്പി ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മൾ ചൈൽഡ്ഹുഡിൽ പാരൻസ് വളരെ ദേഷ്യപ്പെടുന്നത് വളരെ വയലൻ്റ് ആയിട്ടാണ്, അതുപോലെ തന്നെ അഗ്രസീവായിട്ടാണെന്ന് വിചാരിക്കുക. ചൈൽഡ് ഈ സെയിം രീതിയിലായിരിക്കും ആങ്കർ എക്സ്പ്രസ് ചെയ്യുക അഡൽട്ട് ലൈഫിലും. അതായത് ചൈൽഡിന് വേറെ രീതിയിൽ ആങ്കർ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. കാരണം ചൈൽഡ് പഠിച്ചിരിക്കുന്നത് ഓക്കെ ദേഷ്യപ്പെടുന്ന രീതി ഇതാണെന്ന്. അതുകൊണ്ട് തന്നെ ചൈൽഡിന് വേറൊരു രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ആങ്കർ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ലേൺ ചെയ്ത് വന്നതാണ്. ആ പേഴ്സണാലിറ്റി എന്തായാലും നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ ആങ്കർ എക്സ്പ്രസ് ചെയ്യുന്നു എന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ? അതുപോലെ തന്നെ ചൈൽഡ്ഹുഡിൽ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത് പാരൻസിൻ്റെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ്, അവരെ കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കണം, അതുപോലെ തന്നെ ഇവരെ കുറച്ചും കൂടി മനസ്സിലാക്കണം, ഇവരെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു അറ്റൻഷൻ കിട്ടണം, ഇതെല്ലാം ആഗ്രഹിക്കും. പലപ്പോഴും പാരൻസിന് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് പലപ്പോഴും കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റാറില്ല. അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ഫാമിലി, കയോട്ടിക് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര അറ്റൻഷനോ അതുപോലെ തന്നെ ഒരു ഇമോഷണൽ സപ്പോർട്ടോ കിട്ടാതാവുമ്പോൾ
കുഞ്ഞുങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല എന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവരിത് ദേഷ്യം എന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. കുഞ്ഞുങ്ങൾ ഇത് എക്സ്പ്രസ് ചെയ്യുക പലപ്പോഴും ആങ്കർ എന്ന രീതിയിലും വയലൻ്റ് ആയിട്ടൊക്കെ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക. പക്ഷെ പാരൻസ് എന്ത് ചെയ്യും? ഇവരെ അത് പണിഷ് ചെയ്തോ അതുപോലെ തന്നെ പല രീതിയിൽ ഇത് കുഞ്ഞുങ്ങളുടെ ആ ഇമോഷൻ നീഡ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇവരിതിൻ്റെ പുറത്തുള്ള ഇഷ്യൂസ്, ഈ ദേഷ്യം എന്ന ആ ഒരു ഇമോഷനെ അവരെ ചിലപ്പോൾ ചീത്ത പറഞ്ഞോ അതുപോലെ തന്നെ സപ്രസ് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളോട് പറയും. ഇത് പലപ്പോഴും കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ആ ഫ്രസ്ട്രേഷൻ കുഞ്ഞുങ്ങൾ അത് ഇൻറ്റേർണലൈസ് ചെയ്ത് സപ്രസ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഓരോ ടൈമും ഇതിങ്ങനെ സപ്രസ് ചെയ്ത് ഇതെല്ലാം ഇൻറ്റേർണലൈസ് ചെയ്ത് ഇവരുടെ അഡൽട്ട് ലൈഫിൽ ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. തേർഡ് പോയിന്റ് ആണ് ഈ ട്രിഗർ ഇവന്റ്. അതായത് നമുക്ക് ദേഷ്യം വരുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് പലപ്പോഴും നമ്മുടെ ചൈൽഡ്ഹുഡായിട്ട് കണക്റ്റഡ് ആയിരിക്കും. നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമോ, അതുപോലെ തന്നെ നമുക്ക് മറ്റൊരാളുടെ ഇമോഷനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ എന്ത് രീതിയിലാണ് ആങ്കർ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ആ വ്യക്തിക്ക് എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്നത്, നമ്മുടെ ഇമോഷൻ മാറ്റി നിർത്തിയിട്ട് ലോജിക്കായിട്ട് അവിടെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ ആ കാണുന്നതിൽ മറ്റൊരാളുടെ പേഴ്സ്പെക്റ്റീവും കൂടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും. ആ വ്യക്തിയുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും ആ വ്യക്തി ആ സിറ്റുവേഷനെ ഇവാലുവേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് ഓരോ വ്യക്തിയിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ കാണുന്നു, എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എങ്ങനെയാണ് ആങ്കർ മാനേജ് ചെയ്യുക? ആദ്യം തന്നെ മനസ്സിലാക്കുക, ദേഷ്യം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ദേഷ്യം സപ്രസ് ചെയ്യാനോ ദേഷ്യപ്പെടാതിരിക്കാനോ അല്ല. നമുക്ക് എങ്ങനെ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് ദേഷ്യപ്പെടാം, എങ്ങനെ നമ്മുടെ ആങ്കർ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ചെയ്യുകയാണ്. അതായത് എനിക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ട്, അതായത് എൻ്റെ ഇമോഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആങ്കർ ആണ് എന്ന് ഞാൻ നെയിം ചെയ്യാണ്. ഇത് പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല അല്ല. നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, പിന്നെയാണ് നമുക്ക് തോന്നുക ഓ ദേഷ്യപ്പെടണ്ടായിരുന്നു എന്നുള്ളത്. കാരണം നമ്മളവിടെ 2 സെക്കൻഡ് എടുത്ത് മനസ്സിലാക്കുക, ഓക്കെ എൻ്റെ ബോഡിയിൽ ഇങ്ങനെ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്, അതിനർത്ഥം എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഓക്കെ ഞാനിപ്പോൾ ദേഷ്യത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഇമോഷനെ നെയിം ചെയ്യലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ് അലൗ ചെയ്യുക. അതായത് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് അത് ഹേർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുമ്പോഴാണ് അത് ടോക്സിക് ആയിട്ടും അൺഹെൽത്തി ആയിട്ടും മാറുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഈ ദേഷ്യത്തിന് നമ്മൾ അലൗ ചെയ്യുക, എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ മറ്റൊരാളെ പോയിട്ട് ഫൈറ്റ് ചെയ്യാനോ അവിടെ ഇഷ്യൂസ് ഉണ്ടാക്കാനോ അവിടെ പോയിട്ട് വയലൻസ് ക്രിയേറ്റ് ചെയ്യാനോ അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഇമോഷൻസ് നമ്മൾ എന്താണെന്ന് നെയിം ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മളെ മാറ്റി നിർത്താം. ആ സ്പേസിൽ നമുക്കൊന്ന് മാറ്റി നിർത്തിയിട്ട് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് എന്താണെന്ന്, നമുക്ക് എന്തൊക്കെ രീതിയിലാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ അവിടെ നമ്മുടെ ദേഷ്യത്തിന്, നമ്മുടെ ആങ്കർ എന്ന് പറയുന്ന ഇമോഷനെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വിട്ടുകൊടുത്തു. അതൊരിക്കലും മറ്റൊരാളെ ഹേർട്ട് ചെയ്തിട്ടോ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലല്ല നമ്മളത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തന്നെ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആ ഇമോഷൻ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുന്നില്ല, പകരം നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വിട്ടുകൊടുത്തു. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾക്ക് ദേഷ്യം വന്നു, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. നമ്മളിനി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, എന്തുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്, നമ്മൾ ഏതൊക്കെ ടൈമിലാണ് ദേഷ്യപ്പെടുന്നത്, ലാസ്റ്റ് 1 മന്ത് ഞാൻ ആരോടൊക്കെയാണ് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ദേഷ്യപ്പെട്ടിട്ടുള്ളത്, ഏത് സിറ്റുവേഷനിലാണ് എനിക്ക് ഇത്രയും ദേഷ്യം വരുന്നത് എന്നെല്ലാം നമ്മൾ തന്നെ അനലൈസ് ചെയ്യാം. ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പല പാറ്റേൺസും കിട്ടും. അതുപോലെ തന്നെ ക്രോണിക് ആയിട്ട് ദേഷ്യപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. എന്ത് പറഞ്ഞാലും ദേഷ്യം, എന്ത് ചെയ്താലും ദേഷ്യം. ഇത് എന്തുകൊണ്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം? ഇവർക്ക് പലപ്പോഴും ഇവർ അൺമെറ്റ് ആയിട്ടുള്ള വല്ല നീഡ്സോ അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് കാലമായിട്ട് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന വല്ല ഇമോഷനോ അതൊക്കെ ആയിരിക്കും ഈ ആങ്കർ എന്ന രീതിയിൽ പുറത്തോട്ട് വരുന്നുണ്ടായിരിക്കാം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ പല ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എൻ്റെ ദേഷ്യത്തിൻ്റെ കാരണം എന്തുകൊണ്ടാണ്,
ഇത് പലപ്പോഴും നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് തേടാം. അതായത് എന്തുകൊണ്ടാണ് ഞാൻ ഒരു ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നത്, എന്തുകൊണ്ടായിരിക്കും എന്നെ എല്ലാവരും ദേഷ്യക്കാരൻ എന്ന് പറയുന്നത്, എനിക്ക് അങ്ങനെ ദേഷ്യം വരുന്നതിൻ്റെ കാരണം എന്താണ്. എപ്പോഴും നമ്മൾ പേരൻസിൻ്റെ അടുത്ത്, പാർട്ട്നേഴ്സിൻ്റെ അടുത്ത്, നമ്മളെ ചൈൽഡിൻ്റെ അടുത്ത്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം നമ്മൾ ദേഷ്യപ്പെടുന്നത് അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ കൊണ്ടായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. അതായത് ഈ ഇമോഷൻ്റെ അണ്ടർലൈൻ ആയി വരുന്ന റൂട്ട് കോസ് അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. പലപ്പോഴും സപ്രസ്ഡ് ആയിട്ടുള്ള ആങ്കറോ എന്തെങ്കിലും ഫ്രസ്ട്രേഷനോ നമ്മുടെ ലൈഫിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതോ അതുപോലെ തന്നെ നമ്മുടെ ബൗണ്ടറി വയലേറ്റ് ചെയ്തതോ ആയിരിക്കാം. ഇതെന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആങ്കർ മാനേജ്മെൻറ്റ് ഇഫക്റ്റീവായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതല്ലാതെ നമ്മുടെ പ്രസൻറ്റിങ് ഇഷ്യൂ ആങ്കർ ആണെന്ന് പറഞ്ഞ് ആങ്കറിൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു ചേഞ്ചസും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഈ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ സെക്കൻഡറി ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. ഇതിൻ്റെ പിന്നിലുള്ള റൂട്ട് കോസ് എന്താണ്, ഇത് കണ്ടെത്തി ഇതിൽ വേണം നമ്മൾ ചേഞ്ചസ് വരുത്താൻ, ഇതിൽ വേണം നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഈ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ നമുക്ക് ചേഞ്ചസും റിഫ്ലക്ഷനും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് എല്ലാം കാണാൻ സാധിക്കുള്ളൂ. ഈ അണ്ടർലൈൻ ഇഷ്യൂ എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളുടെ തന്നെ യങ്ങർ ആയിട്ടുള്ളൊരു വേർഷൻ ആയിരിക്കും. അതായത് പലപ്പോഴായിട്ട് ഈ ചൈൽഡിന് ലഭിക്കാതെ പോയിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട്, അതുപോലെ തന്നെ വാലിഡേഷൻ, ഈ ബൗണ്ടറി ക്രോസ് ചെയ്യുക, അതുപോലെ തന്നെ പല രീതിയിൽ ഇമോഷൻസ് സപ്രസ് ചെയ്തോ ആ ലൈഫിലെ ഫ്രസ്ട്രേഷനോ എല്ലാമായിരിക്കും ഈ ചൈൽഡ് ഇന്നും അതിൻ്റെ അഡൾട്ട് ലൈഫിലും കൊണ്ട് നടക്കുന്നത്. ലഭിക്കാതെ പോയിട്ടുള്ള ഈ വാലിഡേഷനോ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവോ അതുപോലെ തന്നെ ആ ഒരു ഇമോഷണൽ സപ്പോർട്ടായിരിക്കും പലപ്പോഴും ഈ ചൈൽഡ് ഇവരുടെ അഡൾട്ട് ലൈഫിലും തേടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കിട്ടാതാവുന്നത് കൊണ്ടാണ് അഡൾട്ട് ലൈഫിൽ പല രീതിയിൽ ആങ്കർ ഇഷ്യൂസ് ആയിട്ടും പല പ്രസൻറ്റിങ് ഇഷ്യൂസ് ആയിട്ടും ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചൈൽഡിനെ അഡ്രസ്സ് ചെയ്യുക, നിങ്ങൾ നർച്ചർ ചെയ്യുക. ചൈൽഡിന് ലഭിക്കാതെ പോയിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ടും അതുപോലെ തന്നെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവും ഒക്കെ ആയിരിക്കും ഈ ചൈൽഡും പ്രസൻറ്റിങ് ലൈഫിലും തേടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കിട്ടാണ്ടാവുമ്പോഴത്തുള്ള പല ഫ്രസ്ട്രേഷനായിരിക്കും ഈ ആങ്കർ ആയിട്ടും അതുപോലെ തന്നെ പല പ്രസൻറ്റിങ് ഇഷ്യൂസ് ആയിട്ടും നിങ്ങളുടെ ലൈഫിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചൈൽഡിനെ അഡ്രസ്സ് ചെയ്യുക, അതുപോലെ തന്നെ ഇതിനെ നർച്ചർ ചെയ്യുക എന്നുള്ളത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള നിങ്ങൾ മാത്രമാണ്. ഈ ചൈൽഡിന് വേണ്ട ഇമോഷണൽ സപ്പോർട്ടും അതുപോലെ തന്നെ നർച്ചറിങ് എല്ലാം ലഭിക്കുമ്പോൾ ഈ ചൈൽഡ് ഇവിടെ സേഫ് ആവുമ്പോൾ നിങ്ങളുടെ പല പ്രസൻറ്റിങ് ഇഷ്യൂസും സോൾവ് ആവും. അതുകൊണ്ട് തന്നെ ആങ്കർ എന്ന് പറയുന്ന ഇമോഷന് പോയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാനോ മാനേജ് ചെയ്യാനോ ശ്രമിക്കുന്നതിന് പകരം ഈ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ്റെ റൂട്ട് കോസ് കണ്ടെത്തുക. ഈ റൂട്ട് കോസിൽ നിങ്ങൾ വർക്ക് ചെയ്യും. ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നത് ആങ്കർ എന്ന് പറയുന്ന ഇമോഷനിൽ നിന്ന് റിലീസ് മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ പല പ്രസൻറ്റിങ് ഇഷ്യൂസിൻ്റെ സൊല്യൂഷൻസ് കൂടിയിട്ടാണ്.